റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടീമിനെ സെലക്ട് ചെയ്ത് നമ്മുടെ ഓരോ മലയാളികളുടെയും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം അല്ലെങ്കിൽ ഇന്ത്യയെ ഏത് കളിയെ പ്രതിനിധീകരിച്ചാണ് പോകുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ ആരാധകരും അതൊക്കെ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹമുള്ളവർ. അതോടൊപ്പം എല്ലാവരെയും പോലെ നമുക്കും ചില ആഗ്രഹങ്ങളുണ്ട്. അതായത് ഒരു മലയാളി ഈ ടീമുകളിലൊക്കെ കളിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കേരളീയൻ എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള രീതിക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. കാര്യം നമ്മുടെ ഇന്ത്യ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പം ആ കൂട്ടത്തിൽ ഒരു മലയാളി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. നമുക്കറിയാം എല്ലാവിധ യോഗ്യതകളും ഉണ്ടായിട്ടും ടീമിൽ എത്തപ്പെടാതെ പോയിട്ടുള്ള അനന്ത പത്മനാഭനെ കുറിച്ച് നമുക്കറിയാം. അനിൽ കുംബ്ലെ അന്ന് ടീമിൽ വളരെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറത്ത് അനന്ത പത്മനാഭൻ എങ്ങും എത്താൻ സാധിക്കാതിരുന്നവർ, പിന്നീട് ടിനു യോഹന്നാനെയും പിന്നെ ടീമിൽ കളിച്ചിരുന്ന ശ്രീശാന്തിനെയൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സഞ്ജു സാംസണാണ്. അപ്പോൾ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച്, അതായത് നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കളിക്കുക എന്ന് പറയുന്നത്, അത് കാണുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു അഭിമാന മുഹൂർത്തമാണ്, ഒരു സന്തോഷമാണ്. അപ്പം നമുക്കറിയാം കൂടെ ഇടയ്ക്ക് സഞ്ജു ടീമിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാൾ സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തി വീണ്ടും സഞ്ജുവിനെ ടീമിൽ ഏതാണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 2020 മാത്രമേ ഉള്ളൂ. 2020 ഈ പറയുന്ന കണക്ക് 2 വിക്കറ്റ് കീപ്പർമാരെ സെലക്ട് ചെയ്യുമ്പം ഋഷഭ് പന്തിനോടൊപ്പം സഞ്ജു സാംസണെയും കൂടെ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2 വിക്കറ്റ് കീപ്പർമാരെ സെലക്ട് ചെയ്യണമെന്ന് നമുക്കറിയാം. പിന്നെ ഋഷഭിനെയും സഞ്ജുവിനെയും കൂടെ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഋഷഭ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മറ്റുള്ളവരുടെ കണ്ണിൽ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുടെ കണ്ണിൽ ഋഷഭ് എന്ന് പറയുന്നത് ഒരു മാച്ച് വിന്നറാണ്. മാച്ച് വിന്നർ എന്ന് പറയുമ്പം സഞ്ജു മാച്ച് വിന്നർ അല്ലെന്നല്ല, ഋഷഭ് ഒരു മാച്ച് വിന്നറാണ്. കാര്യം ഏത് നിമിഷം വേണമെങ്കിലും ചിലപ്പോൾ ഒരു കളി ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ സാധ്യതയുള്ള ആൾ എന്നുള്ള രീതിയിൽ ഋഷഭിന് സഞ്ജുവിനേക്കാളും മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ട് സീരീസിൽ ഇന്ത്യ 2-1 വൺ ഡേ ഇൻ്റർനാഷണൽ ജയിച്ചത് ഋഷഭിൻ്റെ മികവിലാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സീരീസ് ഇന്ത്യ ജയിച്ചതും ഋഷഭിൻ്റെ മികവിലാണെന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് ഏത് സമയത്തും ഒരു മത്സരം ഒറ്റയ്ക്ക് തിരിക്കാൻ കഴിവുള്ള ആളെന്നുള്ള രീതിയിൽ മുൻതൂക്കമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു 2ാം വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജുവിനെ നമ്മൾ 2020 ടീമിൽ നമ്മൾ കാണുമ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ ഏതെങ്കിലും ഒരു ബാറ്റ്സ്മാൻ ഫോമിലല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ വിക്കറ്റ് കീപ്പർ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല, ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ സഞ്ജുവിനെ ആ ടീമിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ശിവം ദുബെ ഫോമിൽ അല്ലെങ്കിൽ പോലും ശിവം ദുബൈക്ക് പകരം സഞ്ജു ആ ടീമിൽ കളിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ദുബെ ഫോമിൽ അല്ലാത്തത് കൊണ്ടാണ്. ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവശ്യപ്പെടത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ വൺ ഡേ ഇൻ്റർനാഷണൽ ടീമിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഋഷഭ് പന്തിനോടൊപ്പം KL രാഹുലിനെ കൊണ്ടുവന്ന് വിക്കറ്റ് കീപ്പറാക്കി വെച്ചിരിക്കുക. KL രാഹുലിനെ വിക്കറ്റ് കീപ്പറാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യവും ഇല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം KL രാഹുൽ ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറേ അല്ല. ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ നമുക്കിപ്പോൾ എടുത്തു പറയാവുന്ന ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണെയും ഇഷാൻ കിഷനെയൊക്കെ പോലുള്ള ആൾക്കാരെയാണ് നമുക്ക് സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്ന് പറയാൻ പറ്റുന്നത്. ആ നിരയിൽ ഒന്നും വരുന്ന ആളല്ല KL രാഹുൽ. ഏതോ ഒരു സീരീസിൽ ബംഗ്ലാദേശിനെതിരെയോ ന്യൂസിലാൻഡിനെതിരെയൊക്കെ നടക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു സജീവമായിട്ട് ഈ രീതിയിൽ രാഹുലിനെ കൊണ്ടുവന്നൊരു വിക്കറ്റ് കീപ്പറായിട്ട് ഇടുന്നത്. അപ്പോൾ രാഹുലിൻ്റെ വിക്കറ്റ് കീപ്പിങ്ങിനകത്ത് മികവിൻ്റെ പോരായ്മ കൊണ്ടാണ് അദ്ദേഹത്തിനെ ഒരിക്കലും ടെസ്റ്റിനകത്ത് വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കാൻ തയ്യാറാകാതിരുന്നത് ഋഷഭ് പന്ത് ഇല്ലാതിരുന്ന സമയത്ത് പോലും. പകരം മറ്റ് ഭരതിനെ പോലുള്ള പല ആൾക്കാരെയും പരീക്ഷിച്ചിട്ടും വിക്കറ്റിൻ്റെ പിന്നിൽ രാഹുലിനെ നിർത്താൻ തയ്യാറാവാത്തതെന്ന് പറഞ്ഞാൽ അതേ ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ അല്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ ടീം സെലക്ഷനകത്ത്, ഈ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടീം സെലക്ഷനകത്ത് രാഹുലിനെ വേണമെങ്കിൽ ഇവർക്കൊരു ബാറ്റ്സ്മാനായിട്ട് ഉൾപ്പെടുത്താം. കാര്യം ഈ ടീം സെലക്ഷനകത്ത് നമുക്കറിയാം ഈ ടീമിനകത്തുള്ള 2 വിക്കറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത് ഋഷഭ് പന്തും അതുപോലെ KL രാഹുലുമാണ്. ഒരേ സമയത്ത് ഇവർ 2 പേരും കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ മുന്നിലൊരു വീഡിയോ പറഞ്ഞ കണക്ക്. കാര്യം ഈ ടീമിനകത്തുള്ള ഇപ്പം നമുക്കറിയാം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അതുപോലെ ശുഭ്മാൻ ഗില്ലും പിന്നീട് വരുന്ന ശ്രേയസ് അയ്യരും അല്ലെങ്കിൽ രാഹുലും ഋഷഭ് പന്തും, ഈ 5-6 പേര് എല്ലാവിധ കളിക്കാൻ സാധ്യതയുള്ളപ്പോൾ പോലും ഋഷഭും രാഹുലും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ ഋഷഭായിരിക്കും സ്റ്റംസിൻ്റെ പുറകെ വരുന്നത്. രാഹുൽ ഒരു സാധാരണ ഒരു ഫീൽഡറെ പോലെ സ്ലിപ്പിലോ മറ്റെവിടെങ്കിലും ചിലപ്പോൾ അദ്ദേഹം ഫീൽഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ കണക്ക് അത്രയും ഒരു ക്വാളിറ്റി ഇല്ലാത്ത വിക്കറ്റ് കീപ്പറായിട്ടുള്ള രാഹുലിനെ അവിടെ വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഋഷഭിനോടൊപ്പം സഞ്ജു സാംസണെയും കൂടെ ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പറായിട്ട് പരിഗണിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ടായിരുന്നു. കാര്യം രാഹുലിനെ ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിട്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലോ മാത്രം രാഹുലിനെ ടീമിൽ വെച്ചെങ്കിൽ സഞ്ജുവിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സഞ്ജുവിൻ്റെ അവസരമാണ് ഈ രാഹുലിനെ കൊണ്ടുവന്ന്, അതായത് ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറോ അല്ലാത്ത, ഒരു തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറോ അല്ലാത്ത ഒരു സാധാരണ നിലവാരത്തിൽ മാത്രമുള്ള രാഹുലിനെ കൊണ്ടുവന്ന്
വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ BCCIയും സെലക്ടേഴ്സും അനൗൺസ് ചെയ്ത് ആ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സഞ്ജുവിൻ്റെ ഈ പറഞ്ഞ കണക്ക് ടീമിലേക്ക് ഒരു വിക്കറ്റ് കീപ്പറായിട്ട് എത്താനുള്ള എല്ലാവിധ സാധ്യതയും 11 അംഗ ടീമിൽ സഞ്ജു കളിക്കുകയില്ലയോ എന്നുള്ളതല്ല, നേരെ മറിച്ച് ഒരു 14 അംഗ ടീമോ ഒരു 15 അംഗ ടീമോ പ്രഖ്യാപിക്കുമ്പം ഋഷഭിനോടൊപ്പം തീർച്ചയായിട്ടും ടീമിലെ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജുവിന് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും അടച്ചത് ടീമിൽ മുമ്പേ പറഞ്ഞ കണക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു വിക്കറ്റ് കീപ്പറുടെ യാതൊരുവിധ നിലവാരങ്ങളും ഇല്ലാത്ത KL രാഹുലിനെ വിക്കറ്റ് കീപ്പറായിട്ട് അവതരിപ്പിക്കുന്ന BCCIയുടെയും അല്ലെങ്കിൽ സെലക്ടേഴ്സിൻ്റെ ഈ ഒരു നടപടിയാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം വരുത്തിയിട്ട് രാഹുലിനെ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ കണ്ടാൽ ഉറപ്പായിട്ടും ഋഷഭിനോടൊപ്പം സഞ്ജുവും ടീമിൻ്റെ വിക്കറ്റ് കീപ്പറായിട്ടെത്തും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവട്ടെ. കാര്യം രാഹുലിനെ എനിക്ക് തോന്നുന്നു ഇനിയുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെങ്കിലും അല്ലെങ്കിൽ ഇനിയുള്ള സെലക്ഷൻ സമയത്തെങ്കിലും രാഹുലിനെ വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞ് ഒരു വേഷം കെട്ടിച്ച് സഞ്ജുവിൻ്റെ വഴി അടയ്ക്കാതിരിക്കാനായിട്ട് സെലക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ സഞ്ജുവിന് തീർച്ചയായിട്ടും ടീമിലെത്താൻ സാധിക്കും. അങ്ങനെ സഞ്ജു ടീമിലെത്തട്ടെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.